ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് സന്തോഷത്തോടെ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് പോയി തലവെച്ച് കിടക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മടിയിൽ തലവെച്ച് കിടന്നു. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, നബിയേ അല്ലാഹു ലി, എനിക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ നബിയേ? ആയിഷ ബീവിയോട് പ്രവാചകൻ പറഞ്ഞു, ആയിഷ നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, പോരെ നബിയേ, ഇപ്പോൾ ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരു കരങ്ങളും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, എന്റെ ആയിഷയ്ക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാന്. അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ എന്ന് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചിരിച്ച് പ്രവാചകന്റെ മടിയിൽ നിന്ന് താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ നിനക്ക് സന്തോഷമായോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു, നബിയേ അങ്ങനെക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തല്ലോ, ഞാൻ വല്ലാത്ത ഭാഗ്യവതിയാണല്ലോ. പ്രവാചകൻ പറഞ്ഞു, നിനക്ക് മാത്രമല്ല ആയിഷ, നിനക്ക് മാത്രമല്ല ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ഖിയാമത്ത് നാൾ വരെ വരുന്ന എന്റെ സമുദായമുണ്ടല്ലോ, ഖിയാമത്ത് വരെ കടന്നു വരുന്ന എന്റെ അനുചരന്മാർക്ക് വേണ്ടി എല്ലാ ദിവസവും 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും, ആയിഷ വെളുപ്പത്തു മഖാമിൽ ഒരുമിച്ച് കൂടിയവര് 1400 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോ പ്രവാചകൻ നമ്മളോട് കാണിച്ച സ്നേഹം എന്താണ് സഹോദരാ? തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ആ സ്നേഹം തിരിച്ച പ്രവാചകനോട് നമ്മക്കുണ്ടോ?